വെൽക്കം ബാക്ക്. ഓട്ടോ ട്യൂട്ടോറിയലിലെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ടോപ്പിക്ക് ഇന്റേണൽ ട്രാൻസ്ഫർ കോൺട്രാ വൗച്ചറാണ് പറയുന്നത്. ഇപ്പോൾ ബാങ്കിൽ നിന്ന് ക്യാഷിലോട്ടോ, ക്യാഷിൽ നിന്ന് ബാങ്കിലോട്ടോ, ബാങ്ക് ടു ട്രാൻസ്ഫറോ, ബാങ്ക് ടു ബാങ്ക് ട്രാൻസ്ഫറോ. ഓക്കെ, ഇപ്പം ഞാനിത് സെയിം കറൻസിയുടെ ട്രാൻസ്ഫർ ആണ് കാണിക്കുന്നത്. ഇപ്പോൾ രണ്ടും സെയിം കറൻസി ആണെങ്കിൽ ഓക്കെ, ഇപ്പോൾ ബാങ്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു ബാങ്ക് ഉണ്ട് US$ കറൻസി. അപ്പോൾ എനിക്ക് അടുത്ത ബാങ്ക് ഉണ്ട് ബഹ്റൈൻ കറൻസിയിൽ. അപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എൻ്റെ എക്സ്ചേഞ്ചിൽ ഗെയിൻ ആൻഡ് ലോസ് ഉണ്ടാവും. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തതായി കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സെയിം കറൻസിയാണ് കാണിക്കുന്നത്. അതിന് ആദ്യമായിട്ട് ഞാൻ ഡാഷ്ബോർഡിൽ പോകുന്നു. പിന്നെ ഞാൻ ഒരു ബാങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, KFH, അതുപോലെ ക്യാഷ് പറയുന്ന അക്കൗണ്ട്. രണ്ടിലും ബാലൻസ് ഇല്ല. ഇപ്പോൾ നമ്മൾ ഓഡു 18 നമുക്ക് ഇവിടെ കോൺഫിഗറേഷനിൽ ആഡ് ബാങ്ക് അക്കൗണ്ട് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ അതെല്ലാം ജേണലിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ പറയുന്നത് രണ്ടും സെയിം കറൻസിയാണ്. 1000 ആഡ് ചെയ്തു, കൺഫേം ചെയ്തു. ഞാൻ ഇതിൻ്റെ ക്യാഷ് റിസീവ് ചെയ്യുന്നു. ബാങ്ക് KFHലോട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ക്യാഷ് കൊടുത്തു, പെയ്ഡിലോട്ട് വന്നു. സ്റ്റാറ്റസ് ഞാൻ ഡാഷ്ബോർഡ് ചെക്ക് ചെയ്യുന്നു. ഇപ്പം എനിക്ക് ബാലൻസ് 1000 ഉണ്ട്. എനിക്ക് ഈ 1000 എനിക്ക് ക്യാഷിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, നമ്മൾ റീകൺസിലേഷൻ വ്യൂവിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്. ട്രാൻസാക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ എന്ന് കൊടുത്തു. ഞാൻ ട്രാൻസ്ഫർ, ഓക്കെ, ലാബിൽ നിങ്ങൾ ഇതിന് കൊടുക്കുന്നു ടു ക്യാഷ്. ഓക്കെ, ഇത് എക്സ്പെൻസ് ആയതുകൊണ്ടാണ് ഞാൻ മൈനസിൽ കൊടുക്കുന്നത്. ഇത് ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എക്സ്പെൻസ് മീൻസ് ഈ ബാങ്കിൽ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പോൾ ക്യാഷ് എന്നാണെങ്കിലും ഇപ്പോൾ ഏതിൽ നിന്നാണ് ട്രാൻസ്ഫർ മൈനസ് എന്നുള്ളത് കൊടുക്കണം. ഓക്കെ, എക്സ്പെൻസ് ആയതുകൊണ്ട്. ഓക്കെ, അതിനുശേഷം ആഡ് ആൻഡ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ റീകൺസിലേഷൻ വ്യൂവിൽ സെറ്റ് പാർട്ണർ, സെറ്റ് അക്കൗണ്ട് ഉണ്ട്. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ട്രാൻസ്ഫർ ആയിട്ടുണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇന്റേണൽ ട്രാൻസ്ഫറിന്റെ മുന്നേ നമുക്ക് മാനേജ് മോഡൽ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവും മാനേജ് മോഡലിൽ ഇന്റേണൽ ട്രാൻസ്ഫർ ബാങ്ക് ഫീ. ഇപ്പം നമ്മൾ ഇന്ത്യൻ ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ എമൗണ്ട് പാർക്ക് ചെയ്യുന്നത് ഫണ്ട് ഇൻ ട്രാൻസിസ്റ്റ് പറയുന്ന അക്കൗണ്ടിലാണ് പാർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇവിടുന്ന് ഇന്ത്യൻ ട്രാൻസ്ഫർ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒരിക്കലും നമ്മുടെ ക്യാഷിലോട്ട് ഓൺ ദ സ്പോട്ടിൽ ഇതാവില്ല. ഇതേ എൻട്രി അവിടെയും കാണിക്കണം. ഓക്കെ, ഞാൻ ഇന്ത്യൻ ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്തു. ഞാൻ വീണ്ടും ഡാഷ്ബോർഡിൽ പോകുന്നു. ഇപ്പം നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിൽ നിന്ന് ക്യാഷ് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്, ഇപ്പോൾ പാർക്ക് ആയിട്ടുണ്ട്. പക്ഷേ എന്നാൽ നമ്മളെ ക്യാഷിലോട്ട് റിസീവ് ആയിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ക്യാഷിലോട്ടാണ് വേണ്ടത്. ട്രാൻസാക്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ എന്ന് ചെയ്തു. ഓക്കെ, റിസീവ്ഡ് നിങ്ങൾ എന്താണ് കൊടുക്കുന്നത് അത് കൊടുക്കും. ഇവിടെ 1000. ഓക്കെ, എന്ന് കൊടുത്ത് ആഡ് ആൻഡ് ക്ലോസ് കൊടുത്തു. സെയിം ഇതേപോലെ ഇവിടെ ചെയ്യണം. ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് ചെയ്യണം. ഓക്കെ, ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഡാഷ്ബോർഡിലോട്ട് പോകുന്നു. ഇപ്പം നിങ്ങൾക്ക് ആ ക്യാഷ് നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ക്യാഷിലോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഓക്കെ, വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.